ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പ 2 ഈ ആഴ്ച ഡിസംബർ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പാൻ ഇന്ത്യൻ പ്രൊമോഷനോടെ വലിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ പ്രീ സെയിൽ കണക്കുകളെല്ലാം തന്നെ നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ കേരള പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെടുമ്പോൾ ഇന്ന് രാവിലെ 10 മണിയോടെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ച് വെറും 12 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1 കോടിയിലധികം പ്രീ സെയിൽ കളക്ഷൻ അല്ലു അർജുൻ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. രാത്രി 8 മണിയോടെ തന്നെ 1 കോടിയിലധികം പ്രീ സെയിൽ കളക്ഷൻ സിനിമ കടന്നിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു ബുക്കിംഗ് തരംഗം സിനിമ നേരിടുത്തുവെന്ന് നിസ്സംശയം പറയാം. ഇനിയും സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കാനായിട്ട് ഒരുപാട് മണിക്കൂറുകൾ, ദിവസങ്ങളെല്ലാം തന്നെ ബാക്കി നിൽക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ എത്രത്തോളം സിനിമ പ്രീ സെയിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 5 കോടിയിലധികം സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ കടക്കുമെന്നാണ് നിലവിൽ നമ്മുടെ പ്രതീക്ഷ. പുഷ്പ 2 എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം കളക്ഷന്റെ കാര്യത്തിൽ മറികടക്കേണ്ടത് 2 സിനിമകളുടെ കളക്ഷൻ റെക്കോർഡുകളാണ്. അതിലൊന്ന് ഒരു തെലുഗു സിനിമയുടെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. അത് പ്രഭാസിന്റെ ബാഹുബലി 2 എന്ന സിനിമയാണ്. രാജമൗലി സംവിധാനം ചെയ്ത സിനിമ 2017 കേരളത്തിൽ ആദ്യ ദിവസം 5,45,00,000 ഗ്രോസ് ആയിരുന്നു നേടിയെടുത്തത്. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു തെലുഗു സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആ ബാഹുബലി 2 എന്ന സിനിമയുടെ കളക്ഷനാണ്. അപ്പോൾ ആ റെക്കോർഡിംഗ് എടുക്കുക എന്നതാണ് അല്ലു അർജുന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ലക്ഷ്യം. ശേഷമുള്ള ബോക്സ് ഓഫീസ് ലക്ഷ്യം ഈ വർഷത്തിലെ കേരള ബോക്സ് ഓഫീസിലെ ആദ്യ ദിവസത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ട് മാറുക എന്നതാണ്. നിലവിൽ മമ്മൂട്ടി ചിത്രം ടർബോ എന്ന സിനിമയാണ് ആദ്യ ദിവസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ FT കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. 6,15,00,000 സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ്. ആ കളക്ഷൻ മറികടക്കുമോ പുഷ്പ 2 എന്നതാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. പുഷ്പ 2വിന് ഇയർ ടോപ്പർ ആകാനായിട്ട് കഴിയട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്താണ്? സിനിമയുടെ FT കേരള കളക്ഷൻ എത്ര വരും?